നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ പാടില്ല, കമന്റ് ഇടാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല, ഒന്നും പാടില്ല. വിമർശന വിധേയനല്ല മുഖ്യമന്ത്രി. ജനാധിപത്യ സംവിധാനത്തിലൂടെ ഒരു സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്ന മുഖ്യമന്ത്രി ജനങ്ങളുടെ വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ മാത്രം നോക്കിക്കാണുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഒരു വീഡിയോ പങ്കുവച്ചതിനാണ് കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് വിട്ടയച്ചു. ഇദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജുകൾ കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു യുവാവാണ്. ഇളയും ഉടനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യും എന്നൊക്കെ കേൾക്കുന്നു. അത് കോൺഗ്രസ് നോക്കിക്കൊള്ളും, അത് അവരുടെ കാര്യമാണ്. പക്ഷേ ആ വീഡിയോ ഫേക്ക് ഒന്നുമല്ല, AI സംവിധാനത്തിലൂടെ സൃഷ്ടിക്കുന്നൊന്നുമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. സ്വാഭാവികമായി നോക്കിയാൽ മനസ്സിലാക്കും. ഒരുവേള മുഖ്യമന്ത്രി ഇത് അറിഞ്ഞു കാണില്ല. ഇയാൾ ഇത്തരത്തിൽ ഒരു കപടനാട്യക്കാരനാണെന്നും കൊള്ളക്കാരനാണെന്നും ഒന്നും മുഖ്യമന്ത്രി അറിഞ്ഞു കാണില്ല. പക്ഷേ ഒരു വ്യക്തി അടുത്ത് വരുമ്പോഴും വിഷ് ചെയ്യുമ്പോഴും ഒക്കെ തന്നെ തിരിച്ച് വിഷ് ചെയ്യുന്നു. അതൊക്കെ നടക്കുന്ന കാര്യമാണ്, നടന്ന കാര്യവുമാണ്. നമ്മൾ പറയേണ്ടത് പോലീസിന്റെ ഒരു അവസ്ഥയെ കുറിച്ചാണ്. ഒന്ന് തുമ്മിയാൽ പോയി കേസെടുക്കാൻ പോലീസിനോട് പറയുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ പോലീസ് സംവിധാനത്തിൽ നല്ല വിദ്യാഭ്യാസമുള്ള യുവാക്കളാണ് വരുന്നത്. അതായത് പോസ്റ്റ് ഗ്രാജുവേഷനും BEdും അതുപോലെ MBAയും MCAയും ഒക്കെ ക്വാളിഫിക്കേഷനുള്ള വ്യക്തികളാണ് ഈ സിവിൽ പോലീസ് ഓഫീസർമാരായി പോലും എത്തുന്നത്. ഡിഗ്രിയിൽ കുറഞ്ഞ ആരുമില്ല. പണ്ടത്തെ കാലത്തെ പോലെ അല്ല. പണ്ട് 8ാം ക്ലാസ്സും കുസ്തിയും മതി പോലീസിൽ ചേരാൻ. പിന്നെ 10ാം ക്ലാസ്സായി. അങ്ങനെ നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ള, ചിന്തിക്കാൻ ശേഷിയുള്ള യുവാക്കളാണ് ഭൂരിഭാഗവും. അല്ലാത്ത ക്രിമിനൽ പോലീസുകാർ വേറെയുണ്ട് കേട്ടോ. അത് നമ്മളിതിൽ ഈ കണക്കിൽ വരുത്തുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ആ പോലീസ് സംവിധാനത്തെ തന്നെ നാണം കെടുത്തുന്ന, പോലീസ് സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പാരഡി ഗാനം കേട്ടില്ലേ? പോറ്റിയെ കേറ്റിയെ പാരഡി ഗാനം. പാരഡി ഗാനം എഴുതിയവർക്കെതിരെ, സംഗീതം നൽകിയവർക്ക്, പാടിയവർക്കെതിരെ, ഷെയർ ചെയ്തവർക്കെതിരെ, അത് യൂട്യൂബിലിട്ടവർക്കെതിരെ ഒക്കെ കേസെടുക്കും, കേസെടുത്തോളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു ബഹളവും അത്തരത്തിലുള്ള ചില ജൽപ്പനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പോലീസുകാർ എന്താ വേണ്ടതെന്ന് അറിയാൻ മേലാതെ പകച്ചു നിന്നുപോയി. അതുപോലെ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ പോയി കേസെടുക്കുക. എന്തിന്? മൈക്ക് ഹൗള് ചെയ്തതിന് മൈക്കിനെതിരെയും മൈക്കിന്റെ ഓപ്പറേറ്റർക്കെതിരെയും കേസെടുപ്പിച്ചു പോലീസുകാരെ കൊണ്ട്. അപ്പൊ ഈ പോലീസുകാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മുഖ്യമന്ത്രിയും ഭരണകർത്താക്കളും ചേർന്ന് നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത്തരത്തിൽ അവരെ മോശക്കാരാക്കുകയില്ലേ. ചെറിയ കാര്യങ്ങൾക്ക്, അതായത് പിച്ചി മാന്തി തുടങ്ങിയ കാര്യങ്ങൾക്ക്, കൊച്ചുകുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലും എല്ലാത്തിലും അങ്ങ് കേസെടുക്കുകയാണ്, FIR ഇടുകയാണ്, അന്വേഷണം നടത്തുകയാണ്, പറ്റുമെങ്കിൽ അറസ്റ്റ് ചെയ്യുകയാണ്. സത്യമായ വാർത്തകൾ ചെയ്തതിന്, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനെ പിന്തുണച്ച് വാർത്തകൾ ചെയ്തതിനാണ് എന്നെയും DNA എഡിറ്റർ സുമേഷ് മാർക്കോപോളോയും ഞങ്ങൾക്കെതിരെ കേസെടുത്ത് ആ കേസ്, തീർന്ന കേസ് കുത്തിപ്പൊക്കി വീണ്ടും, അത് പിന്നെ PV അൻവറിന്റെ കളിയാണ്, കുത്തിപ്പൊക്കി വീണ്ടും അത് കേസാക്കുകയും ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തത്. വാർത്ത ചെയ്യാനുള്ള മാധ്യമ പ്രവർത്തകന്റെ സ്വാതന്ത്ര്യത്തെ, മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ഘോരഘോരം സംസാരിക്കുന്നവരാണ് CPM പ്രവർത്തകരും, CPM നേതാക്കളും, മന്ത്രിമാരും, മുഖ്യമന്ത്രിയും ഒക്കെ. പക്ഷേ വാർത്ത ചെയ്യാൻ മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ആർക്കെതിരെയും വാർത്ത ചെയ്താൽ അന്നേരം കേസെടുക്കും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് P ശശി, പഴയ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, ഇദ്ദേഹം വന്നതോടുകൂടി പോലീസിനെ, ആഭ്യന്തര സംവിധാനത്തെ തന്നെ സമ്പൂർണ്ണമായി ഇയാൾ അങ്ങ് നിയന്ത്രിക്കുകയാണ്. എല്ലാത്തിലും ഇയാളാണ് ഉത്തരവിടുന്നത്. മുഖ്യമന്ത്രി പലപ്പോഴും പല കാര്യങ്ങളും അറിയുന്നില്ല എന്നതാണ് സത്യം. അപ്പം P ശശി പോലീസിനെ അങ്ങ് നിയന്ത്രിക്കുന്നു. മാത്രമല്ല, പോലീസിനെ ഇത്തരം ചെറിയ കാര്യങ്ങളിൽ പെടുത്തി ബുദ്ധിമുട്ടിക്കുന്നു, നാണം കെടുത്തുന്നു എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കേസുകൾ എടുത്ത് പോലീസ് സംവിധാനത്തിന്റെ ആ ഒരു അവരുടെ ആ ഒരു ധൈര്യം പോലും ചോരുന്ന രീതിയിൽ, ഇതിനാണോ ഞങ്ങൾ പോലീസ് ഇപ്പൊ ഒരു മോഷണമോ പിടിച്ചുപറിയോ കൊലപാതകമോ അങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന പോലീസുകാരെ കൊണ്ട് ഇവിടെ പോസ്റ്റ് ഇട്ടു, അല്ലെങ്കിൽ വീഡിയോ ഇട്ടു, കമന്റ് ഇട്ടു, അങ്ങോട്ട് ലൈക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേസെടുപ്പിക്കുന്ന ഈ നാണം കെട്ട പരിപാടി കേരളത്തിൽ മാത്രമേ കാണുകയുള്ളൂ. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടും തെറി പറഞ്ഞുകൊണ്ടും എത്ര പോസ്റ്റുകളാണ് എവിടെയൊക്കെ വരുന്നത്. രാജ്യത്ത് പലയിടത്തുമുണ്ട്. അദ്ദേഹം വെറുതെ പുഞ്ചിരിക്കുക മാത്രമേ ഉള്ളൂ. അതിനെതിരെയൊക്കെ കേസെടുക്കാൻ പോയി കഴിഞ്ഞാൽ അതത് സംസ്ഥാന പോലീസുകാർക്ക് അതിനെ നേരം കാണുകയുള്ളൂ. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ നേരിടണം, അതിനെ പോസിറ്റീവായി നേരിടണം. സത്യം പറയുന്നവരെ, സത്യം ചൂണ്ടിക്കാണിക്കുന്നവരെ അവരെ കേസെടുത്ത് ഒതുക്കി, പോലീസിനെ ഉപയോഗിച്ച് അവരെ ഒതുക്കാം, അവർക്കെതിരെ നടപടിയെടുക്കാം എന്നുള്ള ഒരു ധാരണയിലൂടെയാണ് ഇപ്പോൾ ഈ സിസ്റ്റം മുമ്പോട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പോലീസ് സംവിധാനത്തിന്റെ മനോവീര്യവും ആത്മധൈര്യവും കെടുത്തും, അവരെ നാണം കെടുത്തും. അവർ വിദ്യാഭ്യാസമുള്ളവരാണ്, അവർ നമ്മളെപ്പോലെ മനുഷ്യരാണ്. തീർച്ചയായിട്ടും അവരെയെങ്കിലും വെറുതെ വിടുക, അവരെ ഇത്തരത്തിൽ
ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടിച്ച് സ്വയം മുഖ്യമന്ത്രിയും സർക്കാരും അപഹാസ്യരാവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.